മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഒരു പ്രഭാഷണ വേദിയിൽ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ ലേഡി ഒരു പ്രഭാഷണം കേൾക്കാൻ വന്നിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ പരിചയപ്പെട്ടു. ഞാൻ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് പലതും അവർ വാട്സപ്പിലൂടെ കേട്ടിട്ടുണ്ട്. ജനം ടി വിയിലൂടെ 6:50 നിരന്തരം കൊടുക്കുന്ന ഭഗവത്ഗീതയെക്കുറിച്ചുള്ള വിവരണം കേട്ടിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ടാണ് അവർ ഇത് കേൾക്കാനായിട്ട് നിന്നത്. എന്തെല്ലാമോ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവർ പറഞ്ഞു, ചൂട് ചോറിൽ മോര് തൈര് ഒഴിക്കരുത് എന്ന് സാറ് പറഞ്ഞിട്ടുള്ളതും, അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേക രീതിയിലുള്ള സ്മെല്ല് വരുന്നുണ്ടാവും. അതിന് കാരണം കീറ്റോൺ ബോഡീസ് ഉണ്ടാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞത് അവരെ ഓർമ്മിക്കുന്നു. ഞാനിങ്ങനെ യൂട്യൂബിലൂടെ ഹെൽത്ത് സംബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ അവർ ഓർമ്മിക്കുന്നുണ്ട്. പല ഡോക്ടർമാരെ പ്രഭാഷണ വേദിയിലും അല്ലാതെയും കാണുമ്പോൾ ഇതുമാതിരി ഹെൽത്ത് ബേസ്ഡ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവർ നല്ലോണം ഓർമ്മിക്കാറുണ്ട്. അതവർക്ക് വളരെയധികം മാർഗദർശകമായിട്ടുണ്ടെന്ന് പറയാറുമുണ്ട്. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് പറയുകയുണ്ടായി, നമ്മുടെ ഇൻഡസ്റ്റൈൻ, സ്റ്റൊമക്ക് ഉൾപ്പെടെയുള്ള അന്നനാളം ടോട്ടൽ ആയിട്ടുള്ളത് സെക്കൻഡ് ബ്രെയിനാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ആ വാക്ക് ഇന്ന് വരെ കേട്ടിട്ടില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ബ്രെയിൻ, നമ്മുടെ ഈ 22 അടി നീളമുള്ള പ്ലസ് ആമാശയത്തിൻ്റെ സ്റ്റൊമക്കിൻ്റെ കൂടി ചേർത്ത് അത്രയും 22 സംതിങ് അടി നീളമുള്ള ആ കുടല്, ചെറുകുടലും വൻകുടലും ആമാശയവും ഉൾപ്പെടെയുള്ളത് സെക്കൻഡ് ബ്രെയിനാണ്. അത് നമ്മളുടെ വിചാരങ്ങളെല്ലാം കാര്യമായിട്ട് പ്രതിഫലിപ്പിക്കും. ടെൻഷൻ ഉണ്ടെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ലൂസ് മോഷൻ വരുന്നത് ധാരാളം പേർക്കുണ്ട്. കോംപ്ലക്സ് ഉള്ള വ്യക്തികൾക്ക് പലപ്പോഴും ആ കോംപ്ലക്സ് പ്രകടമാകുന്നത് 2, 3, 4 പ്രാവശ്യം മോഷൻ പോയിട്ടാണ്. അങ്ങനെ ഡൈജഷൻ പോലും ഈ വിചാരങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഇൻഡസ്റ്റൈനെ പണ്ട് വിചാരിച്ചിരുന്ന മാതിരി ജസ്റ്റ് ഭക്ഷണം കഴിക്കുകയും അത് ദഹിപ്പിക്കുകയും അതിൽ നിന്ന് പോഷകാംശങ്ങൾ എടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളതല്ല. 90% വ്യക്തികൾക്ക് അല്ലെങ്കിൽ 80% വ്യക്തികൾക്ക് ഡയേറിയ, ഡിസെൻട്രി, അതല്ലെങ്കിൽ ഈ കുടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും സൈക്കോളജിക്കൽ ആയിട്ടുണ്ടാകുന്ന പ്രോബ്ലത്തിൻ്റെ ബഹിസ്ഫുരണമാണ്. ഈ ഗ്യാസ്ട്രോ എൻഡൈറ്റിസിൻ്റെ പ്രോബ്ലങ്ങൾ പലപ്പോഴും അത് ഗ്യാസ്ട്രോ എൻഡൈറ്റിസിലെ പ്രോബ്ലങ്ങളല്ല എന്ന് തെളിയിച്ചതിന് ശേഷമേ മോഷൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഈവൻ ഈ ഡോക്ടർ ഒരു സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ ആ സൈക്കോളജിയുടെ ഇമ്പാക്റ്റ് വളരെയേറെ പറഞ്ഞു. നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ഒരാൾ ഒരു 3-4 പ്രാവശ്യം ചിലപ്പോൾ ബാത്റൂമിലേക്ക് പോയി എന്ന് വരും. ആ യാത്രയ്ക്ക് പോകുന്നതിൻ്റെ ടെൻഷനാണ് ഈ 3-4 പ്രാവശ്യം പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് സംഭവിച്ചാൽ ആ ടെൻഷൻ കാരണം തന്നെ ചിലപ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈൻ വേറെ രീതിയിൽ വർക്ക് ചെയ്യാം. വളരെയധികം ടെൻഷനുള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ വിശപ്പേ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് ബ്രെയിനാണ് ഇൻഡസ്റ്റൈൻ എന്ന് അവരുടെ വാക്ക്. യഥാർത്ഥത്തിൽ സ്റ്റൊമക്കിൽ ഭക്ഷണം ഉണ്ടായിട്ടല്ല വിശപ്പ് തോന്നാതിരിക്കുന്നത്. നമ്മളുടെ ഈ മനസ്സിൻ്റെ ആ പ്രത്യേകത തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നോ അതുപോലെ തലവേദന ഉണ്ടാവുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, അല്ലെങ്കിൽ തലകറക്കം വരുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. എനിക്ക് തന്നെ ഒരു അനുഭവം ഉള്ളത്, ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും തലകറക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ ചിലക്കന്നെ തലകറക്കം വരുന്നതായിട്ട് അറിയിക്കാറുണ്ട്. പിന്നീടാണ് മനസ്സിലായത് തലയും തലകറക്കവും തമ്മിൽ എൻ്റെ കാര്യത്തിൽ ഒരു ബന്ധമില്ല. ഗ്യാസ് ഇൻഡസ്റ്റൈനിൽ ഉണ്ടാവുമ്പോഴാണ് തലകറക്കം വരികയും കണ്ണുപോലും മഞ്ഞളിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്റ്റൈനിലും സ്റ്റൊമക്കിലും ഗ്യാസ് ഉണ്ടാവുമ്പോൾ അത് ഗ്യാസായിട്ട് ഉണ്ടായിട്ടുണ്ട് അകത്ത് എന്ന് പോലും നമ്മൾ അറിയില്ല.
ഗ്യാസ് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഗ്യാസ് ഉണ്ടായിട്ടുമില്ല. പക്ഷെ ഗ്യാസ് ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ തന്നെ തലകറക്കവും എല്ലാം വരുമ്പോൾ നമ്മൾ വിചാരിക്കും BP കൂടുകയാണോ, അതല്ല തലയ്ക്കകത്ത് എന്തെങ്കിലും പറ്റുകയാണോ, അല്ല വേറെ എന്തെങ്കിലും സംഭവിക്കുകയാണോ എന്നുള്ളതെല്ലാം നമ്മളെ വളരെയധികം നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നതാണ്. ഇൻഡസ്റ്റൈനിലും സ്റ്റൊമക്കിലും ഉണ്ടാകുന്ന ഗ്യാസ് പ്രൊഡക്ഷൻ പോലും. അപ്പൊ വളരെ ഭംഗിയായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഇൻഡസ്റ്റൈനും സ്റ്റൊമക്കും സെക്കൻഡ് ബ്രെയിൻ ആണെങ്കിൽ നമ്മുടെ തലച്ചോറിനകത്ത് ഒരു ചെറിയ വൈറസോ അല്ലെങ്കിൽ ഒരു ചെറിയ ഈസ്റ്റ് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈവൻ സീഷർ വരെ വരും, ഫിറ്റ്സ് വരും, എപ്പിലെപ്സി ഒക്കെ വരും. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. തലച്ചോറിനകത്ത് ഒരു ചെറിയ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ അത്രയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ 1.25 കിലോഗ്രാം ഭാരമുള്ള തലച്ചോറിനെ ഇങ്ങനെയും വലിയ കൂടിൻ്റെ അകത്തിട്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഒന്നും സംഭവിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രകൃതി തന്നിരിക്കുന്ന സംവിധാനം പോലെ ഇൻഡസ്റ്റൈൻ സെക്കൻഡ് ബ്രെയിൻ ആണെങ്കിൽ അതിനകത്തേക്ക് കടത്തിവിടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവണമെന്ന് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. സെക്കൻഡ് ബ്രെയിൻ ആയിട്ടുള്ള ഇൻഡസ്റ്റൈനിലേക്ക് സ്റ്റൊമക്കിൽ നിന്ന് ആരംഭിക്കുന്ന, അതുപോലെ തന്നെ മലദ്വാരം വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഇൻഡസ്റ്റൈനിലേക്ക് കടത്തിവിടുന്നത് മുഴുവനും ചാരായവും കള്ളും മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന മദ്യവുമാണെന്ന് വിചാരിക്കാം. ഫോസ്ഫോറിക് ആസിഡ് പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെന്ന് വിചാരിക്കുക. അതേപോലെ മൃഗങ്ങളുടെ ഇറച്ചിയും എല്ലും അത് ആ ഇൻഡസ്റ്റൈന് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഉപ്പും മുളകും സ്പൈസസും ഒക്കെ അടിച്ച് കയറ്റിയിട്ട്, അതാണ് ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞതുപോലെ, അദ്ദേഹം ഒരു വെജിറ്റേറിയൻ ആയിരുന്നു. ഐ ഡു നോട്ട് വാണ്ട് ടു കൺവേർട്ട് മൈ സ്റ്റൊമക്ക് ഇൻ ടു ദ ബറിയൽ ഗ്രൗണ്ട് ഓഫ് ഡെഡ് ബോഡീസ് എന്ന് പറയേണ്ടായി. എൻ്റെ ആമാശയത്തിനെ ശവപ്പറമ്പ് പോലെ ശവങ്ങളുടെ ബറിയൽ ഗ്രൗണ്ട് ആക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതായത് ഭക്ഷണത്തിൽ ഇറച്ചിയും അതുപോലെയുള്ള സാധനങ്ങളും ഉൾപ്പെടുത്താൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു കൺവേർട്ട് മൈ സ്റ്റൊമക്ക് ഇൻ ടു ദി ബറിയൽ ഗ്രൗണ്ട് ഓഫ് ഡെഡ് ബോഡീസ് എന്ന് പറയുന്ന ആ സ്റ്റൊമക്കിനകത്ത് നമ്മൾ കടത്തിവിടുന്ന ഈ പെസ്റ്റിസൈഡ് നിറഞ്ഞ വെജിറ്റബിൾ ആണെങ്കിലും ഇറച്ചിയാണെങ്കിലും നമ്മളുടെ പ്രത്യേക രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിലും എല്ലാം സെക്കൻഡ് ബ്രെയിൻ എങ്ങനെ ശരീരത്തെ ബാധിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇന്ന് ഇത്രയും അധികം ആശുപത്രികളും ഡോക്ടർമാരും ഭാരതത്തിലെ കേരളത്തിൽ ഉണ്ടാവേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കുന്ന അടിമുടിയുള്ള മാറ്റാണ്. അപ്പൊ ഭക്ഷണമാണ് ഒരു മനുഷ്യന്റെ അന്നം ബ്രഹ്മേതി വ്യജാനാത് എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. അന്നം അത് ഈശ്വരീയമാണെന്ന് അറിഞ്ഞു വേണം പ്രവർത്തിക്കാനും അതിനോടുള്ള വീക്ഷണം വെച്ചു പുലർത്താനും. അപ്പോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിൻ ആണെങ്കിൽ ഫസ്റ്റ് ബ്രെയിനിനെ എത്രത്തോളം പ്രൊട്ടക്ഷനോട് കൂടിയാണോ പ്രകൃതിയും നമ്മൾ നിലനിർത്തുന്നത്, അതേപോലെ സെക്കൻഡ് ബ്രെയിൻ ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ സ്റ്റൊമക്ക് ഉൾപ്പെടെ ഉള്ളതിലേക്ക് കടത്തിവിടുന്ന ഡെഡ് ബോഡി ആയാലും ലിക്കർ ആയാലും എന്തായാലും ശരി, അത് നമ്മളുടെ ശരീരത്തെയും ഒന്നാമത്തെ ബ്രെയിനിനെയും ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഷവർമ കഴിക്കുമ്പോഴും പലതരത്തിലുള്ള ഇറച്ചിയുടെ വേസ്റ്റുകളെല്ലാം കൂടി ചേർത്ത് ചീപ്പായിട്ട് ഇറച്ചിക്കറിയും ഇറച്ചി റോസ്റ്റും ഇതെല്ലാം ചെയ്യുമ്പോഴും ഓർമ്മിക്കുക, വെജിറ്റബിളിന്റെ കാര്യം അത് തന്നെയാണ്. വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഫ്രൂട്ട്സ് അടിച്ചു കയറ്റുക, അതേപോലെ പെസ്റ്റിസൈഡുകൾ നിറഞ്ഞിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും, അപ്പോൾ ഒന്നും തിന്നണ്ട എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല. നമുക്ക് ധാരാളം വെജിറ്റബിൾസ്, ഒരു തരത്തിലുള്ള പെസ്റ്റിസൈഡ്സും ഇല്ലാത്ത വെജിറ്റബിൾസ് ഉണ്ട്, ധാരാളമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, കപ്പങ്ങ ധാരാളമായിട്ടുണ്ട്, ധാരാളം ചീര നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്, ഉരുളക്കിഴങ്ങ്, മരച്ചീനി, ചേന, ചേമ്പ് തുടങ്ങിയ ധാരാളം. അതേപോലെ പല വെജിറ്റബിൾസും നമുക്ക് തൊലി കളഞ്ഞ് ഉപയോഗിക്കാൻ സാധിക്കും. മത്തങ്ങയായാലും കുമ്പളങ്ങയായാലും വെള്ളരിക്കയായാലും തൊലി കളഞ്ഞ് ഉപയോഗിക്കാൻ സാധിക്കുന്ന വെജിറ്റബിൾസ് ധാരാളമുണ്ട്. പിന്നെ വേറെ ചില വെജിറ്റബിൾസ് നല്ല രീതിയിൽ കഴുകി ഉപയോഗിക്കാൻ സാധിക്കുന്നതുണ്ട്. ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത രണ്ടെണ്ണമാണ് കോളിഫ്ലവറും ക്യാബേജും. അത് പെസ്റ്റിസൈഡിന്റെ കൂമ്പാരമാണ്. ഓർമ്മിക്കുക,
പെസ്റ്റിസൈഡ് നമ്മളുടെ സ്റ്റൊമക്കിലൂടെ പോയിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വെള്ളം കുടിച്ചാലും മരുന്ന് കഴിച്ചാലും അകത്തേക്ക് പോയ പെസ്റ്റിസൈഡ് പൊതുവെ പുറത്തേക്ക് പോവില്ല. കാരണം എന്താ വെച്ചാൽ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആഡിപ്പോസ് ടിഷ്യൂവിൽ നമ്മുടെ ബോഡിയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും. മനുഷ്യന്റെ മാത്രമല്ല എല്ലാ മൃഗത്തിൻ്റെയും. ഇപ്പോൾ വൈക്കോല് തിന്നുന്ന പശു, ആ പശു നെല്ലിൽ അടിച്ചിരിക്കുന്ന പെസ്റ്റിസൈഡ് വൈക്കോലിലൂടെ അകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ലിവറും അതിൻ്റെ ശരീരത്തിലും അത്രയും പെസ്റ്റിസൈഡാണ്. ഇത് ബയോ മാഗ്നിഫിക്കേഷനാണ്. ഒരു മാസം കഴിയുമ്പോൾ ഒരു മാസം കഴിച്ച വസ്തുവിലുള്ള പെസ്റ്റിസൈഡ് ആ ശരീരത്തിലുണ്ട്. അതിങ്ങനെ കൂടി വരികയുള്ളൂ, കുറയില്ല, ഡീകമ്പോസ് ചെയ്യുകയുമില്ല. ഇപ്പൊ നമ്മൾ ലിവർ കഴിക്കുമ്പോഴും മൃഗങ്ങളുടെ ഭാഗങ്ങൾ കഴിക്കുമ്പോഴും ഒരിക്കലും കഴുകാതെ വെജിറ്റബിൾ കഴിക്കുമ്പോഴും തൊലി കളയാതെ വെജിറ്റബിൾ കഴിക്കുമ്പോഴും എല്ലാം ഓർമ്മിക്കുക, ഈ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന പല വസ്തുക്കള് അത് വെറും ആരോഗ്യ പ്രശ്നം മാത്രമല്ല, ജീവിതത്തിന്റെ മൊത്തം പ്രശ്നമാണ്. പരിഹരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്ന കേന്ദ്രമാണ് സ്റ്റൊമക്ക്. അത് മനസ്സിന്റെ സ്വാധീനവുമുണ്ട്, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാധീനമുണ്ട്, ജീവിത ശൈലിയുടെ സ്വാധീനമുണ്ട്, പ്രൊഫഷന്റെ സ്വാധീനമുണ്ട്. വേണ്ടതും വേണ്ടാത്തതിനും അടിച്ച് കയറ്റി ഭക്ഷണം കഴിക്കാം, വേണ്ട സമയത്ത് കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള എല്ലാ തരത്തിലും ബ്രെയിനിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് ഇൻഡസ്റ്റൈൻ എന്ന് ആ പ്രഭാഷണം കേൾക്കാൻ വന്ന സൈക്കാട്രിസ്റ്റ് പറഞ്ഞപ്പോൾ എനിക്കത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നിയെന്ന് മാത്രമല്ല, ഞാൻ അവരോട് പറയുകയും ചെയ്തു, നാളെ യൂട്യൂബിൽ തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യും എന്ന് പറയുകയും ചെയ്തു. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.